അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വ സ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങളായ വിശുദ്ധ ഖുർആനിനെ ശരിയായി വ്യാഖ്യാനിക്കുവാനുള്ള അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണുള്ളത്. അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ ശരിയായൊരു വിശദീകരണവും തഫ്സീറുമൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഖുർആനിനെ വ്യാഖ്യാനിക്കുക എന്നുള്ളത് ഏറെ ഗുരുതരമായ വീഴ്ചയാണ്. എങ്ങനെയാണ് വിശുദ്ധ ഖുർആനിനെ ശരിയായി മനസ്സിലാക്കേണ്ടത്? അതിലേറ്റവും ഒന്നാമത്തെ അടിസ്ഥാനമെന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിനെ ഖുർആൻ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുന്ന, അതല്ലെങ്കിൽ മനസ്സിലാക്കുന്ന രീതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിൻ്റെ 82-ാമത്തെ വചനം, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലായിക ലഹുമുൽ അംനു വഹും മുഹ്തദുൻ. വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അന്യായം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്വമുള്ളത്, അവർ തന്നെയാണ് നേർമാർഗം പ്രാപിച്ചവർ എന്നുള്ള വചനം അവതരിപ്പിച്ചപ്പോൾ സ്വഹാബികൾക്കത് വലിയ പ്രയാസമായി എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അവർ നബിയോട് ചോദിച്ചു, നബിയെ, ഞങ്ങളിൽ ആരാണ് സ്വന്തത്തോട് അന്യായം പ്രവർത്തിക്കാത്തവരായിട്ടുള്ളത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വിചാരിക്കും പോലെയല്ല ഈ ആയത്തിൻ്റെ അതിൻ്റെ ശരിയായ മനസ്സിലാക്കൽ. മറിച്ച് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ആയത്തിൽ പറയുന്ന ളുൽമ എന്നുള്ളത് ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനോട് പറഞ്ഞതുപോലെയാകുന്നു. വഇദ് ഖാല ലുഖ്മാനു ലിഇബ്നിഹി വഹുവ യഇളുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലളുൽമുൻ അളീം. ലുഖ്മാൻ തൻ്റെ മകന് സതുപദേശം നൽകിക്കൊണ്ടിരിക്കെ അവനോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു. എൻ്റെ കുഞ്ഞുമകനെ, നീ അള്ളാഹുവോട് പങ്കു ചേർക്കരുത്. തീർച്ചയായും അങ്ങനെ പങ്കു ചേർക്കുന്നത് വലിയ അക്രമം തന്നെയാകുന്നു എന്ന്. ഈ രൂപത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്തിൽ പറഞ്ഞതിനെ മനസ്സിലാക്കേണ്ടത് മറ്റ് ഭാഗങ്ങളിൽ അതിൻ്റെ വിശദീകരണങ്ങളോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അള്ളാഹു പറഞ്ഞിട്ടുണ്ടാകും, അതിൽ നിന്നാണ്. രണ്ടാമത്, വിശുദ്ധ ഖുർആനിനെ ഒരാൾ മനസ്സിലാക്കേണ്ടത്, അതല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ടുന്ന രീതി എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ എങ്ങനെ പഠിപ്പിച്ചു നൽകി, അതിനെ എങ്ങനെ വ്യാഖ്യാനിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹു പറയുന്നു, വ അൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. നിനക്ക് നാം ഉത്ബോധനം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ജനങ്ങൾക്കായി അവതരിപ്പിക്കപ്പെട്ടത് നീ അവർക്ക് വിവരിച്ചു കൊടുക്കുവാൻ വേണ്ടിയും അവർ ചിന്തിക്കുവാൻ വേണ്ടിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ വ്യാഖ്യാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ സൂറത്തുൻ നജ്മിൻ്റെ 3-4 വചനങ്ങളിലൂടെ അള്ളാഹു പറഞ്ഞു, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അദ്ദേഹം തന്നിഷ്ടപ്രകാരം സംസാരിക്കില്ല, അത് അദ്ദേഹത്തിന് ദിവ്യ സന്ദേശമായി നൽകപ്പെടുന്ന ഒരു ഉത്ബോധനം മാത്രമാകുന്നു എന്ന്. വിശ്വാസകാര്യങ്ങളും ആരാധനാ കാര്യങ്ങളും തുടങ്ങി ഖുർആൻ പരാമർശിച്ച പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അതിനെ എങ്ങനെ മനസ്സിലാക്കണമെന്നും അതിൽ നിന്ന് എന്ത് ഉൾക്കൊള്ളണം, നമ്മൾ എന്ത് പ്രവർത്തിക്കണമെന്നുമൊക്കെ നമ്മൾക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ അടിസ്ഥാനമായിരിക്കണം ഖുർആനിനെ മനസ്സിലാക്കുമ്പോൾ രണ്ടാമതായിക്കൊണ്ട് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിനെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ എങ്ങനെ മനസ്സിലാക്കി, അതേപോലെ തന്നെ ആ സ്വഹാബത്തിൽ നിന്ന് താബിയുകൾ എങ്ങനെ ഖുർആനിനെ മനസ്സിലാക്കി, ആ അടിസ്ഥാനങ്ങളിലൊക്കെ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ വിശുദ്ധ വേദഗ്രന്ഥത്തെ സമീപിക്കേണ്ടതും അതിൻ്റെ വ്യാഖ്യാനങ്ങളെ മനസ്സിലാക്കേണ്ടതും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ കൂടുതൽ അടുത്തറിയുവാനും അതിനെ ശരിയായിക്കൊണ്ട് അള്ളാഹു പഠിപ്പിച്ചു നൽകിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പകർന്നു കൊടുത്തതുപോലെ പ്രവാചകനിൽ നിന്ന് സ്വഹാബത്തും താബികളുമാകുന്ന ഉത്തമ നൂറ്റാണ്ടുകൾ സലഫു സ്വാലിഹീങ്ങൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുവാനും ആ മൻഹജിനെ പിന്തുടർന്നുകൊണ്ട് വിജയം നേടുവാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വ ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.